ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പത്തിലത്തോരൻ വെച്ചാലോ? കർക്കിടകം ഒന്നാവുകൊണ്ട് ഞങ്ങൾ ഇന്ന് പത്തിലത്തോരൻ വെക്കാറുണ്ട്. ചില സ്ഥലങ്ങളിൽ കർക്കിടകം ഒന്നിന് ഒരു ഇലയെ വെക്കാറുള്ളൂ. പിന്നെ ഓരോ ദിവസം കഴിഞ്ഞ് 10 ദിവസം ആകുമ്പോഴാണ് പത്തിലത്തോരൻ വെക്കാറ്. ഞങ്ങളിവിടെ പത്തിലത്തോരൻ വെക്കുമ്പോൾ എന്തൊക്കെ ഇലകളാണ് എടുക്കുകയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. മത്തൻ്റെ ഇല, പിന്നെ അത് കഴിഞ്ഞ് പയറിൻ്റെ ഇല, പിന്നെ കഞ്ഞിത്തൂവയുടെ ഇലയും കുടിച്ചിത്തൂവ, കഞ്ഞിത്തൂവ എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ചേനയുടെ ഇല, ചീരയുടെ ഇല, പിന്നെ കോവക്കയുടെ ഇല. കോവക്കമ്മ ഒരു കുഞ്ഞ് കോവക്ക ഉണ്ടായിട്ടുണ്ട്. കോവക്ക ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ ഞാൻ കാണിച്ച വീഡിയോയിൽ ഒരു കോവക്ക കാണുന്നുണ്ട്. പിന്നെ മുരിങ്ങയുടെ ഇല. മുരിങ്ങയുടെ ഇല കർക്കിടകത്തിന് കൂട്ടാൻ പറ്റില്ല എന്നൊക്കെ പറയും, പക്ഷേ പത്തിലാവണമെന്നുണ്ടെങ്കിൽ മുരിങ്ങൻ്റെ ഇല ആവശ്യമാണ്. പിന്നെ ചേമ്പിൻ്റെ ഇല, ചേമ്പിൻ്റെ വിരിയുന്ന ഒരു ഇലയാണ് എടുക്കുക. പിന്നെ കുമ്പളത്തിൻ്റെ ഇല, മുളകിൻ്റെ ഇല, ഇതെല്ലാം കൂട്ടി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ തോരൻ വയ്ക്കാൻ. പക്ഷേ തോരൻ വെക്കണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പത്തിലത്തോരൻ റെഡി ആയപ്പോൾ ഞാനത് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് മാത്രം. അപ്പം നിങ്ങളെവിടെയൊക്കെ കർക്കിടകം ഒന്നിന് പത്തിലത്തോരൻ വെക്കാറുണ്ടോ? കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഉണ്ടെങ്കിൽ